ഹായ്, MRCT ട്രേഡേഴ്സിന്റെ ദ വേവ് ഓഫ് വാട്ടർ എന്ന സർവീസിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ വീട് നിർമ്മിച്ചിട്ട് അല്ലെങ്കിൽ വീട് താമസമാക്കിയിട്ട് 2, 6, 8, 10, 15 വർഷങ്ങൾ കഴിഞ്ഞിരിക്കാം. മിക്കവാറും എല്ലാ വീടുകളുടെയും ഫ്രഷ് വാട്ടർ പൈപ്പ് ലൈൻ, അതായത് നമ്മുടെ വീട്ടിന്റെ ഫ്രഷ് വാട്ടർ ടാങ്കിൽ നിന്ന് എല്ലാ ടാപ്പിലേക്കും വരുന്ന ആ ലൈന് തീർച്ചയായിട്ടും അത് മിക്കവാറും കൺസീൽഡ് ആയിരിക്കാം. അത് നമ്മുടെ വീട്ടിൽ താമസമാക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്ത് എന്താ നടക്കുന്നതെന്ന് നമുക്കറിയുമില്ല, നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകാറുമില്ല. സത്യത്തിൽ അതിൻ്റെ അകത്ത് നമ്മുടെ വീട്ടിന്റെ പ്രദേശത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച്, വെള്ളത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് ഒരുപാട് പൂപ്പലുകളും പായലുകളും ചളികളും, ഇനി അഥവാ സിറ്റി ഏരിയകളാണെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റ് നടത്തിയ വെള്ളമായിരിക്കും മിക്കവാറും അവർക്ക് ലൈൻ വാട്ടർ ആയിട്ട് കിട്ടുന്നത്. അത് കാരണം തന്നെ അവരുടെ ഫ്രഷ് വാട്ടർ പൈപ്പ് ലൈനിൽ കെമിക്കലിന്റെ ആധിക്യം കൂടുന്നതായും നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, പൈപ്പ് ലൈനിലുള്ള എല്ലാ അണുക്കളെയും പൂർണ്ണമായി നീക്കിക്കളയുന്ന ഒരു ജർമ്മൻ ടെക്നോളജി, കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനാണ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സർവീസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫ്രഷ് വാട്ടർ പൈപ്പ് ലൈൻ ഈ ഒരു സർവീസിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക പൂർണ്ണമായിട്ടും പുതുപുത്തൻ പൈപ്പ് ലൈൻ ആയിട്ട് അത് മാറുന്നതാണ്. ഇതുകൊണ്ടുള്ള മറ്റു ഉപകാരങ്ങൾ എന്തെല്ലാന്ന് വെച്ചാൽ, നമുക്ക് ഒരുപക്ഷെ വല്ല അഴുക്കുകളോ ചളികളോ മറ്റോ അടഞ്ഞുകൂടി വീട്ടിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ ബ്ലോക്കുകൾ ഉണ്ടാവാറുണ്ട്. അത്തരം ബ്ലോക്കുകളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. വിലപിടിച്ച ടൈലുകളോ മറ്റു മാർബിളുകളോ കുത്തിപ്പൊളിച്ച് ശേഷം അത് റിപ്പയർ ചെയ്യുന്ന, അതിന് അനുബന്ധമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. ഈ ഒരു സർവീസ് മുഖേന അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും മാറ്റി അത്തരത്തിൽ ടൈലൊന്നും പൊളിക്കാതെ തന്നെ നമുക്ക് ആ ബ്ലോക്ക് നീക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സർവീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജർമ്മൻ ടെക്നോളജിയാണ്, കമ്പ്യൂട്ടറൈസ്ഡ് മെഷീന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നത്. ഇതിലൊരു ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്തുകൊണ്ടാണ് ഇതിന്റെ ക്ലീനിങ് പ്രോസസ്സ് നടക്കുന്നത്. അതിലെ ഡിറ്റക്ഷൻ ഉണ്ടാവാം, അത് കംപ്ലീറ്റ് ആ പൈപ്പിന്റെ അകത്ത് സ്പൈറൽ ആയിക്കൊണ്ട് അത് കംപ്ലീറ്റ് പൈപ്പിന്റെ ഉൾഭാഗത്തിന്റെ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തുകൊണ്ടാണ് അതിന്റെ അഴുക്കുകളെ മുഴുവൻ അത് നീക്കം ചെയ്യുന്നത്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ രാമനാട്ടുകരയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആ ഗൃഹനാഥന്റെ പ്രയാസം എന്താന്ന് പറഞ്ഞാല്, ആ വീട് നിർമ്മിച്ചിട്ട് 4 വർഷം കഴിഞ്ഞു. അല്പം രുചി വ്യത്യാസവും, ടാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയങ്ങളിൽ ചില സമയങ്ങളിലെല്ലാം ചില പൊടികളും മറ്റുമൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത് കാരണം അദ്ദേഹം നമ്മളോട് വിളിച്ച് ഈ ഒരു സർവീസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ വീട്ടിന്റെ ചുറ്റുപാടെന്ന് പറയുന്നത് 4 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. അപ്പൊ അതിന്റെ വീട്ടിലെ കണക്ഷൻ, വാൽവ് കണക്ഷൻ വരുന്നത് മിക്കവാറും എല്ലാ വീടുകൾക്കും പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ ഫ്രഷ് വാട്ടർ പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന ഒരു വാൽവേ ഉണ്ടാകാറുള്ളൂ. ചില സ്ഥലങ്ങളിൽ അതിലധികം ഓരോ സെക്ഷനിലേക്കും ഓരോ വാൾവ് കൊടുത്തിട്ടുണ്ടാകാം. ഇവിടെ നമ്മള് ഈ താഴെ ഒരു ബാത്റൂമും മുകളിൽ ഒരു ബാത്റൂമും ഒരു വാൽവ് സെപ്പറേറ്റ് അവർ ചെയ്തിട്ടുണ്ട്. അത് കാരണം തന്നെ നമുക്ക് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ, ദൈനംദിന കാര്യങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തിൽ തന്നെ നമുക്ക് ഒരു സെക്ഷൻ ക്ലീൻ ആക്കി കഴിഞ്ഞ് മറ്റൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ക്ലീൻ ആക്കി കഴിഞ്ഞ് സെക്ഷൻ ഉപയോഗിക്കാനും പറ്റും. അത്തരത്തിൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 ബാത്റൂമിന്റെ സെക്ഷനിൽ ആ ക്ലീനിങ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രാഥമികമായിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് ചളികൾ അടഞ്ഞിട്ട് ഉണ്ടാവുന്ന സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം വർക്കിന്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് ഒരുപാട് സ്റ്റെപ്പുകൾ കഴിഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ ആ എല്ലാ പ്രോസസ്സുകളും നമുക്ക് വീഡിയോയിൽ കാണിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസകരമായിരിക്കും. അതിന്റെ എൻഡ് റിസൾട്ട് ആയിട്ട്, അല്ലെങ്കിൽ ഒരു എൻഡ് പോയിന്റ് റിസൾട്ട് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, അതിന്റെ ക്ലീനിങ് പ്രോസസ്സിന്റെ എൻഡില് എല്ലാ ചളികളും പുറത്തേക്ക് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ശരിക്കും നിങ്ങൾ ചെയ്യുന്നത്, എല്ലാ ടാപ്പിലൂടെയും ചളികൾ പോകുന്നത് കഴിഞ്ഞ് ഫ്രഷ് വാട്ടർ വരുന്നത് വരെ ആ ക്ലീനിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ടാപ്പിലൂടെയും അതിൻ്റെതായിട്ടുള്ള ആ ടാപ്പിലേക്ക് എത്തുന്ന വഴികളിലുള്ള എല്ലാ ചളികളും, തുരുമ്പ് കാര്യങ്ങൾ, എല്ലാ കെമിക്കൽസ് എല്ലാം മൂവ് ചെയ്ത ശേഷം, പുറത്തേക്ക് കളഞ്ഞ ശേഷം ഫ്രഷ് വാട്ടർ വരുന്നത് വരെ ആ പ്രോസസ്സ് ഞങ്ങൾ
എല്ലാ ഓരോ ടാപ്പിലും ഓരോ ഔട്ട്ലെറ്റിലും പൂർണ്ണമാക്കുന്നു. കംപ്ലീറ്റ്ലി വീട്ടിന്റെ എല്ലാ ഓരോ വെള്ളത്തിന്റെ വഴികളും പൂർണ്ണമായിട്ടും ഹൈജീനിക് ആയി കിട്ടുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ഇപ്പോൾ ഈ വീട്ടിൽ എന്റെ ബാക്കിൽ കാണുന്ന ബാത്റൂമാണ്. ഇപ്പൊ ഈ ഒരു ബാത്റൂമും ഇതിന്റെ താഴെയാണ് ഉള്ളത്. ഇപ്പൊ ഞങ്ങൾ താഴെ ബാത്റൂമിലേക്ക് പോവാണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ക്ലീനിങ് പ്രോസസ്സ് കാണാൻ സാധിക്കും. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഇടയ്ക്ക് കണക്ഷൻ കൊടുത്തത്. അപ്പോൾ ഈ ബാത്റൂമിൽ നമ്മൾ ഈ ഔട്ട്ലെറ്റ് കൗണ്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഈ ബാത്റൂമിൽ 5 ഔട്ട്ലെറ്റുകളുണ്ട്. ഒന്ന് ഇവിടെ വാഷ് ബേസിന്, 2 നമ്മളെ ടോയ്ലറ്റിൻ്റെ ഈ ക്ലോസറ്റിൻ്റെ ഫ്ലഷിലേക്കുള്ള കണക്ഷന്, 3 നമ്മളെ ഈ ടാപ്പാണ് കാണുന്നത് ഇത്, അതുപോലെ തന്നെ ഷവറിൻ്റെ ഔട്ട്ലെറ്റ്. ഇതുപോലെ നമ്മൾ ഈ ഒരു ഔട്ട്ലെറ്റിൻ്റെ ഇവിടെ വാട്ടർ ഹീറ്റർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് അത് ലൈന് ക്ലിയർ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ഹീറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ വാട്ടർ ഹീറ്റർ ഇല്ല. അപ്പോൾ വാട്ടർ ഹീറ്ററും ക്ലീൻ ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊരു വേറൊരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്തിട്ടുള്ളത് ഒരു 5 ഔട്ട്ലെറ്റ് ഈ ബാത്റൂമിലുണ്ട് എന്ന നിലയ്ക്കാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഔട്ട്ലെറ്റ് ക്ലീൻ. കാരണം ഓരോ ടാപ്പും ഈ പൈപ്പ് ലൈൻ മാത്രമല്ല, ഓരോ ടാപ്പും ക്ലീൻ ആക്കി കൊണ്ടുവരും. എങ്കിൽ മാത്രമേ നമുക്ക് ഹൈജീനിക് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലീനിങ് പ്രോസസ്സ് ആരംഭിക്കാൻ പോവാണ്. വർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഞങ്ങളിവിടെ മുകളിൽ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി നമുക്ക് താഴേക്ക് പോകാം. നിങ്ങൾ കാണുന്നില്ലേ, ഈ വാഷ് ബേസിന് കുറച്ച് ദൂരെയുള്ള ഒരു പൈപ്പ് ലൈൻ ആയതുകൊണ്ട് അത്രയും അഴുക്കുകളെല്ലാം അതിലൂടെ പോവുകയാണ്. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് അഴുക്കുകൾ അതിൽ അടഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഈ അഴുക്കുകളെല്ലാം മൂവ് ചെയ്ത ശേഷം പ്യുവർ ആയിട്ടുള്ള വെള്ളം അതിലേക്ക് വരുന്നവരെ ആ പ്രോസസ്സ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഓരോ ടാപ്പിലൂടെയും അതിന്റെ ചളികൾ മൂവ് ചെയ്ത ശേഷം പൂർണ്ണമായിട്ടും ഫ്രഷ് വാട്ടർ വരുന്നത് വരെ ഈ പ്രോസസ്സ് ഓരോ ടാപ്പിലും തുടർന്നുകൊണ്ടിരിക്കും. ഇതിപ്പോ വല്ലാതെ അധികം ചളിയുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു ടാപ്പിന്റെ പ്രത്യേകത അല്ല, ഓരോ സ്ഥലത്തെയും ആ വെള്ളത്തിന്റെയും മറ്റെല്ലാ ചുറ്റുപാടുകളും അനുബന്ധിച്ചുകൊണ്ടാണ് ഇത്തരം ചളികൾ ഉണ്ടാവുക. ചില സ്ഥലങ്ങളിൽ വളരെ കുറവായിരിക്കും, മറ്റു ചില സ്ഥലങ്ങളിൽ ഇതിന്റെ അനുപാതം അനുസരിച്ച് കൂടുതലുണ്ടാവാം. ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്തൊരു അനുഭവം ഉണ്ടായത്, താമസിച്ചിട്ട് പോലും ഇല്ലാത്തൊരു വീട്ടില് ഈ ഒരു സർവീസ് ചെയ്യണമെന്ന ആവശ്യമുണ്ടായി. ഞങ്ങളവിടെ പോയി സ്വാഭാവികമായിട്ടും അഴുക്കുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന ധാരണയിൽ ഞങ്ങൾ ഈ സർവീസ് വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കംപ്ലീറ്റ് ടാപ്പുകളും അടഞ്ഞുപോയി. ഇപ്പൊ ഞങ്ങൾ രണ്ടാമത് വീണ്ടും ആ ടാപ്പിന്റെ എല്ലാം ഫിൽറ്റർ അഴിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിച്ചത് അഴുക്കല്ല, പക്ഷെ PVC പൈപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ആ പൈപ്പിന്റെ പ്ലാസ്റ്റിക്കിന്റെ പൊടികൾ, പീസുകളാണ് അതിൽ അടഞ്ഞിരുന്നത്. അപ്പം അത് പുതിയതായി ഉണ്ടാക്കിയ സമയത്ത്, മുറിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വീണ് പോയിട്ടുള്ള പൊടികളാണ് അതെല്ലാം കൂടെ അടഞ്ഞു വരുമ്പോൾ എല്ലാ ടാപ്പിന്റെയും ഫിൽറ്ററുകൾ അടഞ്ഞു പോകുന്ന അത്രയും അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതെല്ലാം ഞങ്ങൾ റിമൂവ് ചെയ്തു. അപ്പൊ പറയുന്നത് ചളി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവാനുള്ളതെല്ലാം നമുക്ക് ഈ ഒരു സർവീസ് മുഖേന നീക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അതിന്റെ റിസൾട്ടുകൾ. ഇനി നമ്മൾ തീർച്ചയായിട്ടും ഇത് വെള്ളമാണ്, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ആരോഗ്യവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അപ്പൊ ഇത്തരത്തിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കാലിക്കറ്റിലാണ്. പക്ഷെ കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ സർവീസുകൾ അവൈലബിൾ ആണ്. പക്ഷെ അത് കാലയെ കൂട്ടി നിങ്ങൾ ബുക്കിംഗ് ചെയ്ത് നമ്മുടെ
വർക്ക് ടീമിന്റെയും കസ്റ്റമേഴ്സിന്റെയും ഒഴിവുള്ള സമയത്തെ മുൻകൂട്ടി കണ്ട് ആ ഡേറ്റിലേക്ക് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് ഓൾറെഡി ബുക്കിംഗ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കലക്കുട്ടി ഫോണിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് 2 സ്ക്രീനിൽ 2 നമ്പേഴ്സ് ഉണ്ട്. ആ 2 നമ്പർ ഡയറക്റ്റ് വിളിക്കുകയോ വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമായിരിക്കട്ടെ, ആരോഗ്യം ഭദ്രമായിരിക്കട്ടെ. എല്ലാവർക്കും ആയുരാരോഗ്യം നേരുന്നു.